മഴ പെയ്യുന്നു, മാമ്പഴം പെയ്യുന്നു. ചവർപ്പിൽ തുടങ്ങി പുളിയിലേക്ക് വളർന്നു മധുരമായി തീരുന്ന നാട്ടുമാമ്പഴം. ഇന്നലെയുണ്ടായ കാറ്റിലും മഴയിലും ഓടി നടന്ന് പറക്കിയുണ്ടാക്കിയ നാട്ടുമാമ്പഴം. ആദ്യം കരുതിയത് മാമ്പഴത്തെരയുണ്ടാക്കിയാലോ. വെയിലുറപ്പില്ലാത്തതിനാൽ പ്ലാനിങ് മാറ്റിപ്പിടിച്ചു. മാമ്പഴ പുളിശ്ശേരിയായാലോ. പ്രകൃതിയുടെ സംഹാര താണ്ഡവത്തിൽ ജീവൻ പൊലിഞ്ഞുപോയ വാഴയും വാഴയുടെ പൊന്നോമനയും. ഈ ജീവൻ പൊലിഞ്ഞുപോയ വാഴയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇന്നലെ പെയ്ത മഴയിലെ നാശനഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വേറൊരു വാഴ പകുതി മരിച്ചു കിടക്കുന്നു. ചിലപ്പം രക്ഷപ്പെട്ടാലായി. ആയിരം മക്കളെ പെറ്റൊരമ്മേ, നിന്റെ 2 മക്കളെ ഇന്നലത്തെ സംഹാര താണ്ഡവമാടിയ പ്രകൃതി നിന്നിൽ നിന്നും അടർത്തിയെടുത്തിരിക്കുന്നു. തൊലിയൊരിച്ച മാമ്പഴങ്ങളെ ഒന്നൊന്നായി പുത്തൻ കറിച്ചട്ടിയിലേക്ക് ഇട്ടുകൊടുത്തു. പ്രകൃതിയുടെ സംഹാര താണ്ഡവത്തിൽ ജീവൻ പൊലിഞ്ഞു പോവാതെ പകുതി രക്ഷപ്പെട്ടുവെന്ന ഇവനാരെന്ന് മനസ്സിലായോ? ഒരുപാട് വർണ്ണങ്ങളായി നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന പൂമ്പാറ്റയാകാൻ കാത്തിരിക്കുന്നവനാണിവൻ. നിന്റെ നാളേക്ക് വേണ്ടി നിന്നെ വെറുതെ വിട്ടുകൊണ്ട് നമുക്ക് മാമ്പഴ പുളിശ്ശേരിയിലേക്ക് കിടക്കാം. കേരളക്കരയെ ഒന്നടങ്കം കഥ പറഞ്ഞ് കരയിച്ച വൈലോപ്പള്ളിയെ ഓർക്കാതെ എന്തു മാമ്പഴ പുളിശ്ശേരി അല്ലേ? വൈലോപ്പള്ളിയുടെ മാമ്പഴം എന്ന കൃതി ഓർമ്മ വരുന്നവരുണ്ടോ? മാമ്പഴ പുളിശ്ശേരിക്ക് മധുരമുണ്ടായിരിക്കണം. അതുപോലെ തന്നെ എരിവും പുളിയും ഒപ്പത്തിനൊപ്പം വേണം. തേങ്ങ അരയ്ക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാർ ഇവിടെ തയ്യാറായിരിപ്പുണ്ട്. ആ മിക്സിയുടെ ജാറിലേക്ക് നാളികേരം ചിരകിയെടുത്തത് കുറേശ്ശെ ഇട്ട് കൊടുക്കുക. അതിലേക്ക് നല്ല ജീരകം, മഞ്ഞപ്പൊടി ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കുക. മഞ്ഞ നിറത്തിലുള്ള ഈ സ്വർണ്ണഗോളങ്ങൾ, ഇവയ്ക്ക് നല്ല മധുരമുണ്ടെങ്കിൽ ശർക്കര ഒഴിവാക്കാം. മധുരം കുറഞ്ഞ മാമ്പഴമാണെങ്കിൽ ശർക്കര കൂടി ആഡ് ചെയ്യുക. ഇവിടെ നല്ല മധുരമുള്ള മാമ്പഴമാണെങ്കിൽ ഞാൻ കുറച്ച് ശർക്കര കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം കറിച്ചട്ടിയിലേക്ക് മാമ്പഴങ്ങളെ ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കുക. അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും 1 സ്പൂണ് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുക. നെയ്യ് ചേർത്ത് കുറച്ച് ശർക്കരപ്പാനി കൂടി ഞാൻ ഇതിലേക്ക് വീത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ശർക്കരപ്പാനിയിൽ കിടന്ന് നല്ല വറ്റി വരണ്ട് വരിക. ഞാൻ ഇപ്പോൾ എടുത്ത കറിച്ചട്ടി അല്പം ചെറുതായി പോയിട്ടുണ്ട്. നിങ്ങൾ എടുക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ഒരു വലിയ പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഓമാർ അടിയിൽ പിടിച്ച് കളയും. ഇപ്പം നല്ല വറ്റി വരണ്ട് വരുന്നുണ്ട്. അടുക്കള മൊത്തം സുഗന്ധമയം. അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇവ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും അരപ്പ് തിളച്ചാൽ ഉടനെ നമുക്ക് 1 ഗ്ലാസ് തൈര് കൂടി ചേർത്ത് കൊടുക്കാം. തൈര് വീത്തിയാൽ ഉടനെ അടുപ്പ് ഓഫ് ചെയ്യുക. നമ്മുടെ കുഞ്ഞൻ കറിച്ചട്ടി അടുപ്പിലേറിയിട്ടുണ്ട്. ആ കുഞ്ഞൻ കറിച്ചട്ടിയിലേക്ക് 2 സ്പൂണ് നെയ്യ് വീത്തി കൊടുത്തിട്ടുണ്ട്. നെയ്യ് തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് കടുക്, ഉലുവ എന്നിവ ചേർത്ത് പൊട്ടിക്കുക. കടുകും ഉലുവയും പൊട്ടി വരുമ്പോഴത്തേക്കും അതിൽ 2-3 വറ്റൽ മുളക് മുറിച്ച് ഇട്ട് കൊടുക്കുക. കരിവേപ്പില കൂടി ചേർത്ത് വഴറ്റി ഈ താളിപ്പിനെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയിലോട്ട് വീത്തി കൊടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ രുചികരമായ മാമ്പഴ പുളിശ്ശേരി റെഡിയായിട്ടുണ്ട്. ഞാൻ ഇതിൽ വീഡിയോ പിടിക്കാൻ വിട്ടുപോയൊരു കാര്യം, 2 കഷ്ണം പച്ചമുളക്